കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ അവഗണനയാണ്, കേന്ദ്രത്തിന്റെ കടുംവെട്ടാണ്. അതുകൊണ്ട് ആ ധാരണയിലാണ് എല്ലായ്പ്പോഴും സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യധാര എന്താ പറയാ മുഖ്യധാര പ്രഭാഷകരും ഒക്കെ പറയാറുള്ളത്. എന്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ ചോദിക്കുന്നു, കേന്ദ്രം 100 രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചാൽ 21 രൂപ മാത്രമേ കേരളത്തിന് തിരികെ കിട്ടുന്നുള്ളൂ. അതേ സമയത്ത് യു പിയിൽ നിന്ന് 100 രൂപ പിരിച്ചാൽ അവർക്ക് 46 രൂപ തിരികെ കിട്ടുന്നു. എന്താണ് ഇതിന്റെ മാജിക്ക്? ഇത് അവഗണനയല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അവഗണനയുടെ കഥ പറഞ്ഞാണ് സാധാരണക്കാരെ പാട്ടിലാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഈ പറയുന്ന അവഗണന, അതായത് 100 രൂപ പിരിച്ചാൽ, കേന്ദ്രം പിരിച്ചാൽ, അതായത് കേന്ദ്രത്തിന് സാധാരണ രീതിയിൽ നികുതി പിരിക്കാൻ സ്വന്തമായ ഒരു മേഖലയില്ല. അവിടുന്ന് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് പിരിക്കുക എന്ന് പറഞ്ഞാല്. പക്ഷെ ഇന്ത്യ മുഴുവനും കേന്ദ്രത്തിന്റെ മേഖലയാണ് താനും. അപ്പം ഏതൊക്കെ നികുതികളാണ് പിരിച്ചെടുത്ത് ഈ സെൻട്രൽ പൂൾ ഫോം ചെയ്യുന്നത്? അതായത് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഇതാണ് കേന്ദ്രത്തിന്റെ പ്രധാന വരുമാന മാർഗം. അപ്പൊ അങ്ങനെ പറഞ്ഞ് കേന്ദ്രത്തെ പഴിചാരി കേരളം രക്ഷപ്പെടുന്നു എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഈ ഡെറ്റ് GSDP റേഷ്യോ അപകടകരമായ നിലയിലേക്ക് പോയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളില്, പഞ്ചാബില്, ഇപ്പോൾ അരുണാചൽ പ്രദേശൊക്കെ വലിയ ഡെറ്റ് പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവരാരും കേന്ദ്രത്തെ ഇങ്ങനെ പഴി പറയുന്നത് കേൾക്കുന്നില്ല. ഒരുപക്ഷെ അവനവന്റെ സംസ്ഥാനത്ത് പഴി പറച്ചിൽ ഉണ്ടായിരിക്കാം, നാം കേൾക്കാത്തതായിരിക്കാം. എങ്കിലും ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കേണ്ടത് നമ്മള് കേരളീയരായ നമ്മുടെ ഒരു അവകാശമാണ്. അഥവാ നാം അത് മനസ്സിലാക്കി വേണം അതിന് അനുസരിച്ച് പ്രതികരിക്കാൻ. കേന്ദ്രം അവഗണിക്കുന്നു എങ്കിൽ കേന്ദ്രത്തെ തീർച്ചയായും നാം കുറ്റപ്പെടുത്തണം. സംസ്ഥാനത്തിന്റെ കയ്യിലിരിപ്പാണ് ശരിയല്ലാത്തത് എങ്കിൽ സംസ്ഥാനത്തെയും. അപ്പൊ ഇവിടെ 21 രൂപ, 100 രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചാൽ 21 രൂപ തരുന്നു. നേരെ മറിച്ച് 100 രൂപ യു പിയിൽ നിന്ന് പിരിച്ചാൽ 46 രൂപ അവർക്ക് തിരിച്ചു കിട്ടുന്നു എന്നാണ് നമ്മുടെ ബജറ്റ് സ്പീച്ചിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത്. അതായത് എന്താണ് അതിന്റെ പുറകിലുള്ള മാജിക്ക്? ഒന്ന് ഓർക്കണം, ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ, അതായത് ഈ നേരത്തെ പറഞ്ഞ 4 സോഴ്സിലും കൂടിയുള്ള വരുമാനം സമാഹരിക്കുന്നു സെന്റർ. അത് സെന്റർ എന്നിട്ട് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എത്ര ശതമാനമാണ് താഴേക്ക് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്? അതാണ് 42% YV റെഡ്ഡി 14ാം ധനകാര്യ കമ്മീഷനിൽ ഫിക്സ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ ആ 42% തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ജമ്മു കാശ്മീറുമായിട്ട് ബന്ധപ്പെട്ട് 1% ഡിഫറൻസ് വന്നിട്ടുണ്ട്, അത് കുറച്ചിട്ടുണ്ട്. അത് പക്ഷെ വേറെ കാരണങ്ങൾ കൊണ്ടാണ്. ആക്ച്വലി 42% എന്ന നിലയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ 42% പങ്കിടുന്നത്. ആ പങ്കിടലില് 100 രൂപ കേന്ദ്രം പിരിക്കുമ്പോൾ, സംസ്ഥാനത്ത് നിന്ന് പിരിക്കുമ്പോൾ അതിന്റെ 21 രൂപയാണ് കേരളത്തിന് കിട്ടുന്നത്. മറിച്ച് 46 രൂപ പിന്നെ യു പിക്ക് കിട്ടുന്നു. അങ്ങനെ വിവിധ രീതിയിലാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നാം ഇപ്പോൾ വിശകലനം ചെയ്യേണ്ടത്. അതായത് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് ചില മാനദണ്ഡങ്ങളെ ആശ്രയിച്ച് നടത്തുന്ന ഡെവല്യൂഷനാണ്. അതായത് അല്ലാതെ പിന്നെ ഒറ്റയടിക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈക്വിറ്റബിൾ ആയിട്ട്, അതായത് വെർട്ടിക്കലായിട്ട് താഴേക്ക് 42%. അത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് സംസ്ഥാനങ്ങൾ തോറും അതെങ്ങനെ, അതായത് ബിറ്റ്വീൻ സംസ്ഥാനങ്ങൾ എങ്ങനെ അത് പങ്കിടണം, അതാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഒറ്റയടിക്ക് തോന്നിയതുപോലെ ഒരുപോലെ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയല്ല ചെയ്യുന്നത്. അത് അറിയാതെ അല്ല നമ്മുടെ ധനമന്ത്രി നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ അദ്ദേഹം നമ്മളെ കുരങ്ങ് കളിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഡെവല്യൂഷൻ പ്രിൻസിപ്പിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ മാത്രമേ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ.
അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോപ്പുലേഷൻ ആയിരുന്നു 1971 പോപ്പുലേഷനാണ് എല്ലാ ഫിനാൻസ് കമ്മീഷൻസും എടുത്തത്. പക്ഷെ 15ാം ധനകാര്യ കമ്മീഷൻ മാത്രം 2011 പോപ്പുലേഷൻ എടുത്തു. ആ വകയിൽ പോപ്പുലേഷനുള്ള വെയിറ്റ് നമുക്ക് കുറഞ്ഞുപോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ പോപ്പുലേഷനുള്ള വെയിറ്റ് എത്രയായിരുന്നു കുറഞ്ഞു പോയത്? 15% വെയിറ്റ് ആണ് പോപ്പുലേഷനും അതുപോലെ ഏരിയ, അതായത് സംസ്ഥാനത്തിന്റെ വലുപ്പം എത്രയുണ്ട്, പോപ്പുലേഷൻ എത്രയുണ്ട്, ഇത് ബേസ് ചെയ്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനും ഏറ്റവും കൂടുതൽ ഏരിയയും ഉള്ള സംസ്ഥാനത്തിന് കൂടുതൽ കിട്ടും. അല്ല അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ തന്നെയും 15 ആണ് കേരളത്തിന് പിന്നെ ഒരു സംസ്ഥാനത്തിന് മാക്സിമം കിട്ടാവുന്നത്. കുറവ് അതിനേക്കാൾ അതിന്റെ ആ റേറ്റ് അനുസരിച്ച് താഴേക്ക് വരും. അപ്പൊ നമ്മുടെ സംസ്ഥാനം കൊച്ചു സംസ്ഥാനമാണ്, പോപ്പുലേഷൻ കുറവല്ല കേട്ടോ, 3.5 കോടിയോളം വരും പോപ്പുലേഷൻ. മറിച്ച് വെസ്റ്റ് ബംഗാളിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അത് വളരെ വലിയ സംസ്ഥാനമാണ്, പോപ്പുലേഷൻ ആണെങ്കിലും വളരെ വലുതാണ്. അതായത് 6th ലാർജസ്റ്റ് സ്റ്റേറ്റ്സ് ആണ്. ഈ 28 സംസ്ഥാനങ്ങൾ 6ാമത്തെ വലിയ സംസ്ഥാനമാണ്. അതിൽ കടം പിന്നെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെസ്റ്റ് ബംഗാളിനെ തന്നെ എടുത്തത്. കേരളത്തെക്കാൾ കൂടുതൽ കടം ഉള്ള ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അപ്പൊ വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ ലാർജ് സംസ്ഥാനമാണ്, അതുപോലെ പോപ്പുലേഷനും വളരെ വലുതാണ്. അപ്പൊ വെസ്റ്റ് ബംഗാളിന് കിട്ടുന്നത് എത്രയായിരിക്കണം? പോപ്പുലേഷൻ ഈ നോംസ് ഒക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഗവൺമെന്റ് ഓഫ് കേരളയുടെ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് ഡോക്യുമെന്റ് ആണ്. ഈ വർഷത്തെ എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് ഡോക്യുമെന്റിൽ 22-23 വരെയുള്ള കണക്ക് നമുക്ക് കിട്ടും. അപ്പോൾ 22-23 കണക്കനുസരിച്ചാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും വായിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് ഒന്നാമത്തെ നോമാണ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ അല്ല ഇപ്പോൾ ഇവിടെ വിസ്തരിക്കാൻ പോകുന്നത്. ഇവിടെ പറയാൻ പോകുന്നത് ഇൻകം ഡിസ്റ്റൻസ് എന്ന വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു മാനദണ്ഡമാണ്. ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ GSDP ഉള്ള സംസ്ഥാനവും ഏറ്റവും കുറവ് GSDP ഉള്ള സംസ്ഥാനവും തമ്മിലുള്ള അന്തരം നോക്കും. ഏറ്റവും കൂടുതൽ അതിന് തന്നെ ആ മാനദണ്ഡങ്ങളിൽ 3 വർഷം ആവറേജ് GSDP എടുക്കുക എന്നൊക്കെയുള്ള മാറ്റങ്ങളും ഉണ്ട് കേട്ടോ. അത്രയും ഡീറ്റെയിൽസിലേക്ക് പോയി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ട 15ാം ധനകാര്യ കമ്മീഷൻ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഡെവല്യൂഷൻ മാനദണ്ഡം ആണ് ഇൻകം ഡിസ്റ്റൻസ്. 45% അതിന് കൊടുത്തിരിക്കുന്ന വെയിറ്റ്. അപ്പൊ ഈ 45% വെയിറ്റേജ് കൊടുക്കുമ്പോൾ എന്താണ് ഏറ്റവും ഹയസ്റ്റ് GSDP ഉള്ള സംസ്ഥാനവും ലോവസ്റ്റ് GSDP ഉള്ള സംസ്ഥാനവും തമ്മിൽ നോക്കും. ലോവസ്റ്റ് GSDP ഉള്ള സംസ്ഥാനത്തിന് 45% കിട്ടും. ഞാൻ ഒരിക്കൽ കൂടി അത് റിപ്പീറ്റ് ചെയ്യാണ്. ഏറ്റവും ഹയസ്റ്റ് GSDP ഉള്ള സംസ്ഥാനവും ലോവസ്റ്റ് GSDP ഉള്ള സംസ്ഥാനവും തമ്മിൽ നോക്കും. എന്നിട്ട് ലോവസ്റ്റ് GSDP ഉള്ള സംസ്ഥാനത്തിന് 45% കിട്ടും വെയിറ്റിന്റെ. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വെസ്റ്റ് ബംഗാളിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വെസ്റ്റ് ബംഗാളിന്റെ GSDP 20ാമത്തെ ലോവസ്റ്റ് GSDP ആണ്. അതേ സമയത്ത് കേരളത്തിന്റെ ഏതോ 6ാമത്തെ ഹയസ്റ്റ് GSDP ആണ്. അതായത് നമുക്ക് മുകളിൽ 5 സംസ്ഥാനങ്ങളേ ഉള്ളൂ നമുക്കുള്ളതിനേക്കാൾ GSDP ഉള്ള സംസ്ഥാനങ്ങൾ. അതുകൊണ്ടാണ് 6ാമത്തെ ഹയസ്റ്റ്. അതേ സമയത്ത് വെസ്റ്റ് ബംഗാൾ 20ാമത്തെ GSDP ആണ്. എന്ന് വെച്ചാൽ ആർക്ക് കൂടുതൽ കിട്ടും? വെസ്റ്റ് ബംഗാളിന് കൂടുതൽ കിട്ടും, സംശയമില്ലല്ലോ. വെസ്റ്റ് ബംഗാളിന് ഈ കഴിഞ്ഞ ഡെവല്യൂഷനിൽ 15ാം ധനകാര്യ കമ്മീഷൻ എത്ര കൊടുത്തു എന്ന് നമുക്ക് നോക്കാം. ഇതാ വെസ്റ്റ് ബംഗാളിന് കൊടുത്തിരിക്കുന്നത് പശ്ചിമ ബംഗാൾ 31 കൊടുത്തിരിക്കുന്നത്. അതേ സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന 13. അവർക്ക് 31 കൊടുത്തു, നമുക്ക് 13. വെസ്റ്റ് ബംഗാളിനോട് പ്രത്യേക സ്നേഹം വേണമോ കേന്ദ്ര ഗവൺമെന്റിന്? വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത് 35 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി ഭരിച്ചു. അത് കഴിഞ്ഞപ്പോൾ മമതാ ബാനർജി 13 വർഷം ഭരിക്കുകയാണ്. അപ്പൊ ആ സംസ്ഥാനത്തോട് പ്രത്യേക സ്നേഹം കൊണ്ടാണോ ഗവൺമെന്റ് അങ്ങനെ കൊടുത്തത്? അല്ല, കൃത്യമായിട്ട് ഈ നോം വെച്ചിട്ടാണ്. അതായത് ഏറ്റവും താഴെ നിന്ന് വരുമ്പോൾ 20ാമത്തെ എന്ന് വെച്ചാൽ വളരെ ലോ പെർ ക്യാപിറ്റ GSDP ആളോഹരി വരുമാനമാണ് വെസ്റ്റ് ബംഗാളിനുള്ളത്. അതുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിന് 31 കൊടുത്തത്. അതേസമയത്ത് കേരളത്തിന് ഈ പ്രത്യേക വർഷം എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഒരു പക്ഷേ പിന്നെ അദ്ദേഹം നമ്മുടെ ധനമന്ത്രി
21 എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് 21 കിട്ടിയ വർഷങ്ങളുണ്ട്. പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹം ബജറ്റ് ചർച്ചയുടെ സമയത്ത് ബജറ്റ് സമ്മേളനത്തിൽ പറഞ്ഞ 21 എന്ന് പറഞ്ഞ ഒരുപക്ഷെ 23, 24 ആയിരിക്കും. അത് ഈ ബുക്കിൽ ഇല്ല, കിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ബുക്കിൽ കാണും. അത് ലേറ്റസ്റ്റ് ബജറ്റ് ഡോക്യുമെന്റ് ആയതുകൊണ്ട്. അപ്പൊ അത് 21 ആണെങ്കിലും ഈ 46 UP കിട്ടിയെന്ന് പറയുന്നത് ശരിയായിരിക്കും. കാരണം UPയുടെ GSDP വെസ്റ്റ് ബംഗാളിന്റെ GSDPയെക്കാളും, അതായത് GSDP അല്ല, ഓഹരി വരുമാനം വെസ്റ്റ് ബംഗാളിനേക്കാളും താഴെയാണ് UPയുടെ പോപ്പുലേഷൻ ആണെങ്കിലും വലുതാണ്. ലാർജസ്റ്റ് സ്റ്റേറ്റ്, ഏറ്റവും ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യയാണ് UP ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിവിടെ എത്ര പാർലമെന്ററി സീറ്റുകളാണ് ഉള്ളത്? 20. UPക്ക് എത്രയാ ഉള്ളത്? 80. അപ്പൊ കേരളത്തിന്റെ 4 ഇരട്ടി സൈസ് ഉണ്ടെന്ന് ഉറപ്പാണേ. 4 ഇരട്ടിയേ ഉള്ളൂ. ഇനി റീജിയണൽ റീഡിസ്ട്രിബ്യൂഷൻ വരുമ്പോ നമ്പർ കൂടുമെന്ന് അറിഞ്ഞുകൂടാ UPയിൽ. അപ്പൊ അതാണ് അവസ്ഥ. വലിയ സംസ്ഥാനമാണ്, പക്ഷെ വളരെ പെർ ക്യാപിറ്റ ഇൻകമാണ്, ആളോഹരി വരുമാനമാണ്. അപ്പോ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കേരളത്തെ ദ്രോഹിക്കാനാണോ? അല്ലെങ്കിൽ നമ്മുടെ തെലങ്കാന, ഇപ്പൊ ഞാൻ ഏതാനും സംസ്ഥാനങ്ങളുടെ എമൗണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിച്ചു കേൾപ്പിക്കാം. വെസ്റ്റ് ബംഗാളിന് 31 രൂപ കിട്ടുന്നു. പിന്നെയുള്ള എല്ലാത്തിൻ്റെയും ഒന്നും ഞാൻ വായിക്കുന്നില്ല. തെലങ്കാനയ്ക്ക് 10 രൂപ കിട്ടുന്നു. 100 രൂപ അങ്ങ് മുടക്കുമ്പോൾ 10 രൂപയാണ് തെലങ്കാനയ്ക്ക് കൊടുക്കുന്നത്. നമ്മുടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇനി അതും പോകട്ടെ, കേരളത്തിന് 13 രൂപ കിട്ടുന്നു. കർണാടകത്തിന് എത്ര കിട്ടുന്നു? 16 രൂപ. ഇനി അത് കഴിഞ്ഞ് അങ്ങ് പോകുകയാണെങ്കിൽ ഹരിയാന നോക്കുക. ഹരിയാനയിൽ ഭരിക്കുന്നത് ആരാണ്? BJP ആണ്. പക്ഷെ കിട്ടുന്നത് എത്രയാ? 8 രൂപ. അപ്പൊ അവഗണന BJP ഭരിക്കുന്ന സംസ്ഥാനത്തോട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 8 രൂപയാണ്. നമുക്ക് 13 തരുമ്പോ ഹരിയാനയ്ക്ക് 8 രൂപയാണ്. കാരണം ഹരിയാനയുടെ GSDP പെർ ക്യാപിറ്റ ഇൻകം നമ്മുടെക്കാളും ഒക്കെ ഉയരത്തിലാണ്. അപ്പൊ ആ ഇൻകം ഡിസ്റ്റൻസ് കൃത്യമായിട്ട് പാലിച്ചാണ് ഈ ഡെവല്യൂഷൻ നടത്തിയിട്ടുള്ളത്. ഇനി ഗുജറാത്ത്, നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട ഗുജറാത്ത് എത്രയാ കൊടുക്കുന്നത്? 16 രൂപ. അതിന് GSDP ഉള്ളതാണ്, വളരെ ഹൈ ആയിട്ടുള്ളതാണ്. പിന്നെ പോപ്പുലേഷനും ഉണ്ട്. അപ്പൊ അതായത് 16 രൂപ. 13ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കേണ്ടു. പോട്ടെ, അതിന്റെ കാരണം പോട്ടെ. അതേ സമയത്ത് നമ്മൾ ബീഹാറിലേക്ക് നോക്കുക, 46 രൂപ. നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത് ബീഹാറിന്റെ കാര്യമല്ല, UPയുടെ കാര്യമാണ്. UPക്ക് 31 കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ബീഹാറിന് 46 കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാല് ഈ 46 കൊടുത്തിരിക്കുന്ന അതിനേക്കാളും കൂടുതൽ കൊടുത്തത് അരുണാചൽ പ്രദേശിനാണ് കേട്ടോ. 60, 100 രൂപ അരുണാചലിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റിയാൽ 60 രൂപ അരുണാചലിന് കൊടുക്കും. അതേ സമയത്ത് കേരളത്തിന് 13 രൂപ. ആ വൈജാത്യം എന്തുകൊണ്ടാണ്? എല്ലാ സ്മോൾ സ്റ്റേറ്റ്സിനും, അരുണാചൽ ഒരു സ്മോൾ സ്റ്റേറ്റ് ആണ്, ചെറിയ സംസ്ഥാനമാണ്. എല്ലാ ചെറിയ സംസ്ഥാനങ്ങൾക്കും ആ സംസ്ഥാനങ്ങളൊക്കെ ഫോം ചെയ്തിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അവ വികസന പാതയിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ അവയെ കൈപിടിച്ചുയർത്തുക, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ധർമ്മമാണ്. അവിടെ ഭരിക്കുന്നത് BJP ആകട്ടെ, മറ്റേതൊരു ഗവൺമെന്റും ആകട്ടെ. ഇപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സഖ്യകക്ഷികളോ ആയിരുന്നെങ്കിലും ഇതേ പാറ്റേൺ തന്നെ തുടരുമായിരുന്നു. കാരണം ഒരു ഡെമോക്രസിയില് ഒരു ഗവൺമെന്റിന്റെ ധർമ്മം എന്താണ്? എല്ലാവരെയും ഒരുപോലെ ഉയർത്തിക്കൊണ്ടുവരിക. അതായത് അതായത് പെർ ക്യാപിറ്റ ഇൻകം ഉയരുന്നതാണ് അതിന്റെ ലക്ഷണം. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ പിന്നെ പെർസെൻറ്റേജ് അനുസരിച്ച്, വളർച്ച അനുസരിച്ച് നല്ല വളർച്ചയുള്ള സംസ്ഥാനങ്ങൾക്ക് കുറച്ചു കൊടുക്കുക, അല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കുക. അങ്ങനെ അവയെ പുഷപ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് നമുക്ക് സുന്ദരമായ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്ന സുന്ദരമായ ഭാരതത്തിലേക്ക് ഉള്ള ചുവടുവയ്പ്പാണ് ഈ ഇൻകം ഡിസ്റ്റൻസ് നോക്കിയുള്ള ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾ നടപ്പാക്കുന്നത്. അതിനെ നാം എന്താ പറയുക, വളരെ ബയസ്ഡ് ആയിട്ട് കാണുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം വാചാടോപങ്ങൾക്ക് മുൻപിൽ നാം തല കുനിച്ചു കൊടുക്കരുത്. അതല്ല മിസ്റ്റർ, ഇതാണ് കാര്യം.
എന്ന് പറയാൻ നമുക്ക് കഴിയണം. കാരണം ഇന്ത്യക്കാരായ ഭാരതീയരായ നാം സഹോദരി സഹോദരന്മാരാണ് എന്ന് സ്ഥിരം ഉച്ചരിക്കാറുണ്ട്. അങ്ങനെ ഉച്ചരിക്കുന്നത് മാത്രം പോരല്ലോ, ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ തട്ടണ്ടേ. അങ്ങനെ ഉള്ളിൽ തട്ടുമ്പോഴാണ് ഇത്തരം ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾ ഒരു സമത്വ സുന്ദരമായ ഇന്ത്യയിലേക്കുള്ള ചുവടുവയ്പ്പാണ് എന്ന് നാം അംഗീകരിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇനി ഇതിനേക്കാളും നമ്മളെക്കാൾ വളരെ കുറവ് കിട്ടിയ സംസ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ. അതിന് ഉദാഹരണമാണല്ലോ ഞാൻ ഹരിയാനയുടെ കാര്യം പറഞ്ഞത്. നമുക്ക് 13 കിട്ടുമ്പോൾ ഹരിയാനയ്ക്ക് 8 ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ മറ്റൊരു ഇത് എന്താണ്, ആന്ധ്രാപ്രദേശിന് എത്രയാണ് കിട്ടുന്നത്? ആന്ധ്രാപ്രദേശിന് കിട്ടുന്നത് 17 രൂപയാണ്. ഇതുപോലെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് പിന്നെ 15 കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട്, 13 കിട്ടുന്ന വേറെ, കേരളം മാത്രമല്ല 13 കിട്ടുന്നത് വേറെ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഉദാഹരണം മഹാരാഷ്ട്ര. ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാരാഷ്ട്രയുടെ GSDP എത്ര വലുതാണ്. മഹാരാഷ്ട്രയായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് നയിക്കാൻ സഹായിച്ച ഒരു സംസ്ഥാനം. എന്നിട്ടും ആ സംസ്ഥാനത്തിന് എത്ര കിട്ടുന്നു എന്നാ പറഞ്ഞ് 13. 100 രൂപ അവിടുന്ന് നികുതിയായിട്ട് എടുക്കുമ്പോൾ 13 രൂപയാണ് മഹാരാഷ്ട്രയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമത്വ സുന്ദരമായ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിനിടയിൽ കൂടുതൽ ഉള്ളിടത്ത് നിന്ന് എടുത്ത് കുറച്ചുള്ളിടത്തേക്ക് കൊടുക്കുക. യേശുക്രിസ്തു എന്താ പഠിപ്പിച്ചത്? ഒന്നുമില്ലാത്തവന്, ഒന്നിൽ കൂടുതലുള്ളവർ ഒന്നുമില്ലാത്തവന് അധികമുള്ളത് കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പിന്നെ ഇവരെ നമ്മുടെ കൈ പിടിച്ചുയർത്തുക എന്ന പ്രിൻസിപ്പിൾ തന്നെയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് മാൻഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ മാൻഡേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഫിനാൻസ് കമ്മീഷൻ മാനദണ്ഡങ്ങൾ പിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന. ഫിനാൻസ് കമ്മീഷൻ തന്നെ അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങളൊക്കെ വരാം, അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ വന്നാല് പക്ഷെ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ 100 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് 13 രൂപ കിട്ടുന്നു. അദ്ദേഹം പറഞ്ഞത്, ശ്രീ ബാലഗോപാൽ പറഞ്ഞത് 21 രൂപ എന്നാണ്. ഞാനിപ്പോൾ ഇത് വായിച്ചിട്ട് നിങ്ങളോട് പറയാണ് 13 രൂപ. ഈ ചാർട്ട് എടുത്ത് നോക്കിയാൽ ഇതിന്റെ ചാർട്ടിന്റെ പേര് തന്നെ ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസ് ടു ടോട്ടൽ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പോൾ അതായത് സെൻട്രൽ ടാക്സസിന്റെ എത്ര ശതമാനമാണ് സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിന്റെ ഭാഗമാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെൻട്രൽ ടാക്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഷെയർ എത്രയാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഒരു സംസ്ഥാനം, ഇതിന്റെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഡീറ്റെയിൽഡ് ഡേറ്റ, അത് എന്ന് മുതലുള്ള ഡേറ്റ, 2016-17 മുതലുള്ള ഡേറ്റ ഇതിനകത്തുണ്ട്. ആ കൂട്ടത്തിൽ ചില വർഷങ്ങളിൽ 21 കിട്ടിയിട്ടുണ്ട് കേരളത്തിന്. ഇപ്പൊ കേരളത്തിന്റെ മാത്രം ഞാൻ മുഴുവൻ വായിച്ചു നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു കാണിക്കാം. കേരളത്തിന് 2016-17 കിട്ടിയത് 20 രൂപ, 17-18 കിട്ടിയത് 18 രൂപ, 18-19 കിട്ടിയത് 20 രൂപ, 19-20 കിട്ടിയത് 18 രൂപ, 20-21 കിട്ടിയത് 12 രൂപ, ഇപ്പോഴത്തെക്കാളും കുറവ്. അത് കഴിഞ്ഞ് 21-22 കിട്ടിയത് 15 രൂപ, 22-23 കിട്ടിയത് 13 രൂപ. അപ്പൊ അങ്ങനെ ഏറിയും കുറഞ്ഞും ഇരിക്കുന്നു. അത് നമ്മുടെ GSDP പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലനുസരിച്ച് ഈ ഇൻകം ഡിസ്റ്റൻസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്.